നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക്. ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തൊടുപുഴയാറിന്റെ തീരത്ത് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് തന്നെ 650 അടി ഉയരത്തിൽ കിഴക്കൻ മേഖലയിൽ പർവ്വതനിരകളുടെ തുടക്കമായി തന്നെ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൈപ്പൂയ മഹോത്സവത്തിന് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ജില്ലയുടെ കോണിലും മുക്കിലും മൂലയിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ വന്നെത്താറുള്ളത്. ക്ഷേത്രപുരാണങ്ങളുടെ ഐതിഹ്യങ്ങളിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഉറവപ്പാറ മലയും ഉറവപ്പാറ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഐതിഹ്യങ്ങളും കുട്ടനാട് കൊയ്ത്തുകാലത്ത് ഇവിടെ ഭീമന്റെ പാത പതിഞ്ഞ ഈ കുളത്തിൽ കറ്റ പൊങ്ങുമെന്നാണ് ഐതിഹ്യം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. പിന്നെ പഞ്ചപാണ്ഡവർ വസിച്ചിരുന്ന ഉറവപ്പാറ മലയിൽ അന്ന് അവരടുപ്പ് കൂട്ടിയിരുന്നതിൻ്റെ സാക്ഷ്യം നമുക്കിവിടെ കാണാവുന്നതാണ്. അങ്ങനെ നിരവധി ഐതിഹ്യങ്ങളാണ് ഈ ഉറവപ്പാറ മലയുമായി ക്ഷേത്രവിശേഷങ്ങളും ആയി തൊടുപുഴയുമായി അലിഞ്ഞു കിടക്കുന്നത്. വിശാലമായ മലയാണെങ്കിലും ഇവിടെ നിന്നാണ് തിരുമല ആരംഭം. പവിത്രമായ വിശ്വാസ സങ്കല്പങ്ങൾ അനുസരിച്ച് പ്രധാനുഷ്ഠാനത്തിൽ ചെരുപ്പുകളെല്ലാം ഊരിവെച്ച് കാൽനടയായിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത്. മലയാള പളനി എന്നറിയപ്പെടുന്ന തൊടുപുഴയാറിന്റെ തീരത്ത് 650 അടിയോളം ഉയരത്തിൽ ശാസ്ത്രീയമായി ദൈവിക സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും യാഥാർത്ഥ്യമായി നിറഞ്ഞു നിൽക്കുന്ന ഉളമറ്റ ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവവും വിശ്വാവൈക്യതമായ പൂയം തൊഴിലും കേരളത്തിലെ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറെ പ്രത്യേകതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. മലയാള പളനി എന്നറിയപ്പെടുന്ന കേരളത്തിലെ തന്നെ ചരിത്ര പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ തൈപ്പൂയ മഹോത്സവം പൗരാണിക കാലം മുതൽ നാടിന്റെ ഉത്സവമായിട്ടാണ് തൈപ്പൂയ മഹോത്സവം കൊണ്ടാടാറുള്ളത്. തൊടുപുഴ പട്ടണത്തിന്റെയും ഇടുക്കിയുടെ ഭാഗങ്ങളുടെയും സൗന്ദര്യം കൺകുളിർക്കെ കണ്ടാസ്വദിക്കാവുന്ന വിശ്വാസത്തോടൊപ്പം തന്നെ പ്രകൃതിയെ കണ്ടറിയാനും തൊട്ടനുഭവിച്ചറിയാനും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്താറുള്ളത്. കാലങ്ങളായിട്ട് പ്രത്യേക വഴിപാടുകളായിട്ട് ഭഗവാന് സമർപ്പിക്കുന്നത് കല്ലുപ്പും കുരുമുളകുമാണ്. ഇതിങ്ങനെ കൊണ്ടുവരാൻ അതിനും ചില കാരണങ്ങളുണ്ട്. കിഴക്കൻ മേഖലകളിലും മറ്റും ഒരു കാലത്ത് വസൂരി പഠനത്താൽ ശരീരം മുഴുവനും ത്വക്ക് രോഗങ്ങൾ കൊണ്ട് അസ്വസ്ഥരായ വിശ്വാസികളായ കർഷകർ അന്ന് ഭഗവാന് സമർപ്പിച്ച വഴിപാടാണ് കുരുമുളക്, കല്ലുപ്പ്, മറ്റ് കാർഷിക വിളകളും. അതിന് കല്ലുപ്പിനും കുരുമുളകുമാണ് പ്രത്യേക വഴിപാടായി ഭഗവാൻ സമർപ്പിക്കുന്നത്. ത്വക്ക് രോഗങ്ങൾ വിശേഷം നശിക്കുമെന്നാണ് വിശ്വാസം. പൂയം തൊഴാൻ ഭക്തജനങ്ങളുടെ ജനസ്വാഗതമായിരിക്കും വൈകുന്നേരം മുതൽ. ഭഗവാന്റെ കാവടി ഘോഷയാത്ര കാണാനും ഭഗവാന് നിരവധി വഴിപാടുകൾ സമർപ്പിക്കുന്നതിനുമായി നിരവധി ഭക്തജനങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്താറുണ്ട്. കുരുമുളക് ഉപ്പും പ്രത്യേകം പാക്കറ്റുകളിലും വീടുകളിൽ നിന്നും ഇവിടെ വഴിപാടായി കിട്ടുകയും ചെയ്യുന്നു. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ തൈപ്പൂയ മഹോത്സവത്തിൽ വളരെ ആദരവോടെ കുട്ടികളടക്കം അമ്മമാരും നിരവധി വഴിപാടുകളാണ് ഭഗവാനായി സമർപ്പിക്കുന്നത്.
ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാവുന്നത് പൗരാണികത്വം വിളിച്ചറിയിക്കുന്ന മലയുടെ മുകളിൽ ഒരിക്കലും പറ്റാത്ത നീരുറവ. ഭീമസേനന്റെ കാൽപാദം പതിഞ്ഞ ഈ സ്ഥലം കുട്ടനാട്ടിൽ കൊയ്ത്ത് കാലത്ത് ഇവിടെ കറ്റ പൊങ്ങുമെന്നാണ് ഐതിഹ്യം. അവിടുത്തെ ജലം കലങ്ങുമ്പോൾ ഇതും കലക്കലായിരിക്കുമെന്നും പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൗരവ പാണ്ഡവരുടെ കാലഘട്ടത്തിൽ വനവാസ മേഖല ജീവിതത്തിൽ അവർ ഇവിടെ താമസിച്ചു എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവരുടെ കാലഘട്ടങ്ങളിൽ അവർ വനവാസ സമയത്ത് ഇവിടെ താമസിച്ചു എന്ന് ഉള്ളതിന് തെളിവാണ് അവർ പാചകം ചെയ്യാൻ ഉപയോഗിച്ചതിന്റെ അടുപ്പും സാദൃശ്യമായി ഈ വലിയ പാറക്കഷ്ണങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത്. വിശ്വാസികൾ ക്ഷേത്ര ദർശനം പൂർത്തീകരിക്കണമെങ്കിൽ ഈ അടുപ്പുകല്ലിന് പ്രദക്ഷിണം വെച്ച് വീണ്ടും ക്ഷേത്രത്തിലെത്തി തൊഴണമെന്നാണ് ഐതിഹ്യം. ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്ന ഭൗമ നക്ഷത്രങ്ങൾ തെളിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും ഇവിടെ പ്രതിഭാസമാണ്. പൂയം വെളുത്തവാവും വെള്ളിയാഴ്ചയും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ പാറയുടെ സൈഡിൽ ഉറവ വരുമെന്നാണ് ഐതിഹ്യം. ഇതെപ്പോൾ കാണും എന്ന് നിശ്ചയമല്ല. കുംഭമേളയിലെ ഋഷീശ്വരന്മാരുടെ നിരീക്ഷണം പോലെ അവർ തിട്ടപ്പെടുത്തിയ സമയം പോലെയാണ് ഇവിടെയും ഈ നക്ഷത്രങ്ങൾ സംഗമിക്കുന്നത്. നാട്ടിലെ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കെ വിജയൻ.